Hi all, welcome to Exam by Learning. So ഈ അടുത്ത് കഴിഞ്ഞ ഓണം എക്സാമിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിനെ നമുക്ക് ഇനി ഭാവിയിൽ ഇനി ക്രിസ്മസ് എക്സാം വരാണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ എക്സാം വരുന്നുണ്ട്. സോ അതിനോടുള്ള ഒരു അപ്രോച്ച് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസിനോടുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിനോടുള്ള അപ്രോച്ച് എങ്ങനെ ആയിരിക്കണം എന്ന് ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ഓണം എക്സാമിൻ്റെ റിവ്യൂ എടുത്ത് നോക്കി. കുറേ സ്റ്റുഡൻസ് പറഞ്ഞത് ഇതൊരു മീഡിയം ലെവൽ എക്സാം ആയിരുന്നു ഫിസിക്സിൻ്റെ കാര്യം എടുത്താൽ. ഓക്കെ, പലരും പറഞ്ഞത് ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് വലച്ച് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ളതെന്നാണ്. സോ എന്താണ് ഈ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ്? പലരും നമുക്കറിയാം, ഇപ്പോൾ ഒരു യൂട്യൂബിലെല്ലാം ഒരു കണ്ടന്റിൻ്റെ ഒരു ധാരാളിത്തമുള്ള സമയമാണ്, റൈറ്റ്? നമ്മൾ എന്താ ചെയ്യുന്നത്, സാധാരണ എക്സാമിൻ്റെ തലേന്ന് നമ്മളൊരു സ്വാഭാവികമായിട്ട് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യും എന്താണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഓണം എക്സാം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻസ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ സെർച്ച് ചെയ്യാം. സോ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ട്. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ആ ഒരു കാലം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അപ്രോച്ച് മാറേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ഓണം എക്സാം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. സോ നമുക്ക് ഈ സ്ലൈഡിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഇവിടുന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഓണം എക്സാം ക്വസ്റ്റ്യൻസ് വേഴ്സസ് എന്താണ് എക്സ് ആൻഡ് വൈ ക്വസ്റ്റ്യൻസ്, റൈറ്റ്? സോ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ എക്സ് ആൻഡ് വൈ ലേണിംഗിൽ നമ്മൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്യുന്നത്? സോ അതെങ്ങനെ നിങ്ങൾ ഓണം എക്സാമിന് അല്ലെങ്കിൽ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ട് കുറച്ചൊന്ന് എന്താണ് ഒരു വ്യത്യസ്തപരമായി ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടാതെ എങ്ങനെ എക്സാം എഴുതാം എന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ പൊതുവെ ഒരു എക്സാമിന് നമ്മൾ എന്താ ചെയ്യാം? ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് ഒരു സെർട്ടൻ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുന്നത്. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആണല്ലോ, നമുക്കിത് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നേ എപ്പോഴും ഒരു എക്സാമിൻ്റെ പാറ്റേൺ അറിഞ്ഞാൽ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തുണ്ടാവും, എല്ലാവർക്കും എഴുതാൻ പറ്റും, ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അത് പഠിച്ചു പോയതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അത് നിങ്ങൾ ഒരു മീഡിയം ഒരു നല്ല ക്വസ്റ്റ്യൻ ചെയ്താലേ ഓൾറെഡി നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ഒരു നല്ല ക്വസ്റ്റ്യൻ ചെയ്താലേ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഈസി ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഓൾറെഡി വരുന്നതാണ്. ഓക്കെ, സോ അതിന് പ്രത്യേകിച്ച് ഒരു പ്രാക്ടീസ് വേണമെന്നില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എപ്പോഴാണ്, എന്തിനാണ്? നല്ല ക്വസ്റ്റ്യൻസ് ആണ്. പ്രാക്ടീസ് ഫോർ ഗുഡ് ക്വസ്റ്റ്യൻസ്. സോ ഈ ഗുഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒരു ഈസി ക്വസ്റ്റ്യൻസിനും പ്രിപ്പയർഡ് ആവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ്. നമുക്കറിയാം, അപ്പോൾ ന്യൂമറിക്കൽസ് അല്ലാത്ത ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കോൺസെപ്റ്റ് നല്ല അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ, ഈവൻ ന്യൂമറിക്കൽസ് വേണമെങ്കിലും പോലും കോൺസെപ്റ്റ് നല്ല അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓണം എക്സാം ഈ ഒരു എക്സാം അത്രയ്ക്ക് ടഫാന്ന് ഞാൻ പറയില്ല, പക്ഷേ നിങ്ങളൊരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ എക്സാമിന് ഉണ്ടായിരുന്നേ ഫിസിക്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ. സോ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, നമുക്കൊന്നും കൂടി പറയാം. നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, റൈറ്റ്? റീഡ് ടെക്സ്റ്റ് ബുക്ക്. സോ ഇനി നിങ്ങൾ എക്സാമിന് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ഓർത്തുക്കണം. എന്താ? നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കും. ഓക്കെ, നിങ്ങളൊരു ഓണം എക്സാമിന് അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് പോകുമ്പോൾ നിങ്ങളെ ഖുർആൻ, ബൈബിൾ, ഗീത എന്താ വെച്ചാൽ നിങ്ങളെ ഹോളി ബുക്ക്, ഓക്കെ, നിങ്ങളെ SCERT ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ, നിങ്ങൾ അത് നന്നായിട്ട് വായിക്കണം. അതിലുള്ള എക്സ്പെരിമെൻറ്റ്സ് എങ്ങനെയാണ്, ആ ബുക്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കോൺസെപ്റ്റ് ക്ലിയർ ആയി വരും. ഓക്കെ, ശേഷം പിന്നെ ന്യൂമറിക്കൽസ് ആണ്. അതിന് നിങ്ങൾ നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ഈസി ക്വസ്റ്റ്യൻ്റെ പിന്നാലെ പോയിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത്, എന്നിട്ട് പിന്നെ എക്സാമിന് പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ആണ് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, എവിടെ ഞാൻ പഠിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ് എവിടെ? ഓക്കെ, എന്നാൽ പിന്നെ നമുക്കത് ചെയ്ത് തുടങ്ങാം. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ പലരും ക്വസ്റ്റ്യൻസ് ബൈഹാർട്ടാക്കി പഠിച്ചിട്ടൊക്കെയാണ് പോകുന്നത് പറയുന്നത്. സോ അങ്ങനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ നിരാശയായി പോവുകയാണെ. ശേഷം ആ എക്സാം നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത് ആകെ ഡെസ്പായിട്ട് ഇറങ്ങേണ്ടി വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരു സെർട്ടൻ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെർട്ടൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഈസി ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്തരുത്, അല്ലെങ്കിൽ അത് എക്സ്പെക്ട് ചെയ്ത് പോകരുത്. എക്സാം ഒരിക്കലും നമ്മൾ ഈസി ആവുന്നേ എക്സ്പെക്ട് ചെയ്യരുത്. പ്രഡിക്ഷൻസിലൊന്നും നമ്മൾ ഇനി റിലേ ചെയ്യരുത്. എപ്പോഴും കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക, നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യുക. സ്വാഭാവികമായിട്ട് നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് അതിൻ്റെ കൂടെ വരും. ഓക്കെ, സോ ഇതിലും നല്ലൊരു അപ്രോച്ച് അല്ല എന്നാണ് നമുക്ക് ഈ ഒരു ഓണം എക്സാമിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോയേക്കാം. ഓക്കെ, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഓണം എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്? സോ അതൊരു സോൾവ് ചെയ്യുന്നതിൻ്റെ അതിനപ്പുറം ഓക്കെ എങ്ങനെയാണ് നമുക്കൊരു അപ്രോച്ച്, എക്സാമിനോടുള്ള ഒരു അപ്രോച്ച് എങ്ങനെ ആയിരിക്കണം എന്നാണ്
നമുക്ക് നോക്കാം. സോ ഈ ക്വസ്റ്റ്യൻ നോക്കേ, റിഫ്രാക്ഷൻ എന്നുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ്, ആകെ 5 ക്വസ്റ്റ്യൻസ് റിഫ്രാക്ഷൻ എന്ന് ചോദിച്ചിട്ടുള്ളൂ. സോ ഓൾമോസ്റ്റ് എല്ലാത്തിലും നിങ്ങൾക്ക് എന്താണ്, നമുക്കറിയാം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കലി റയറൽ മീഡിയത്തിലോട്ട് പോകുമ്പോൾ ആ ഒരു റേ നോർമലിനെ എവേ ആയിട്ട് ബെൻഡ് ചെയ്യും, ഈ ഒരു കാര്യം അറിയാം. പ്ലസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ക്രിട്ടിക്കൽ ആംഗിൾ. സോ ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്, റൈറ്റ്? ഈ ക്വസ്റ്റ്യൻസ് ഇത് ചിലർ ഒന്ന് കൺഫ്യൂസ്ഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എങ്ങനെയാണോ നമ്മൾ മറ്റേ അക്വേറിയത്തിൻ്റെ കേസെല്ലാം പഠിച്ച, റൈറ്റ്? വെള്ളത്തിൽ നിന്ന് റേ വരുമ്പോൾ ദ റേ വിൽ റിഫ്രാക്ട് ടുവേർഡ്സ് ദ നോർമൽ, അവേ ഫ്രം ദ നോർമൽ, റൈറ്റ്? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആൻസർ ആയിട്ട് വരിക. നമുക്കറിയാം ഇത് അപ്പാരന്റ് പൊസിഷൻ ഏതാണ്, ഡോട്ടഡ് ലൈൻ ആണെന്ന് ക്വസ്റ്റനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? അപ്പാരന്റ് പൊസിഷൻ ഇസ് എ പാർട്ട് ഓഫ് ദ റോഡ് വിത്തിൻ ദ വാട്ടർ. ഇതാണ് എന്ത്, ഡോട്ടഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് ആൻസർ. പലരും ഇത് ആൻസർ ചെയ്തിട്ടുണ്ട്. അത് അപ്പാരന്റ് പൊസിഷൻ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. സോ അതിനെന്ത് വേണം, നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്നുള്ളതാണ് അപ്പാരന്റ് പൊസിഷൻ. സോ പലരും അപ്പാരന്റ് പൊസിഷൻ എന്താണെന്ന് അറിയില്ല. അപ്പാരന്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള പൊസിഷൻ ആണെന്ന് അർത്ഥം. അങ്ങനെയല്ല, നമ്മൾ കാണുന്ന പൊസിഷനാണ് അപ്പാരന്റ് പൊസിഷൻ. ഓക്കെ, ഇതാണ് റോഡിന്റെ യഥാർത്ഥ പൊസിഷൻ. ശേഷം റിഫ്രാക്ട് ചെയ്ത് നമ്മൾ കണ്ണിലോട്ട് വരുമ്പോഴുള്ള പൊസിഷനാണ് അപ്പാരന്റ് പൊസിഷൻ. അത് കുറച്ച് മുകളിലോട്ട് ആയിട്ട് കാണും. കാരണം എന്താ, ഇത് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കലി റയറൽ മീഡിയത്തിലോട്ടാണ് റേ വരുന്നത്, റൈറ്റ്? നമുക്കറിയാവുന്നതാണ്. സെയിം നമ്മളെ അക്വേറിയത്തിൻ്റെ അടിഭാഗം അല്ലെങ്കിൽ അതിൻ്റെ സർഫസ് പാർട്ട് കുറച്ച് പൊന്തി കാണുന്ന പോലെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഇതാണ് നമ്മൾ കാണുന്നത്, ഇത്രയേ ഉള്ളൂ. ഇത് പിന്നെ നമുക്കറിയാം സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കെരോസിൻ എന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എന്നുണ്ട്. സോ കെരോസിന് കുറച്ച് കൂടുതലാണ്. സോ വാട്ടറിന് കെരോസിൻ വാട്ടറിലോട്ട് വരുമ്പോൾ ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. ഈ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, റൈറ്റ്? ഇത് തെറ്റാണ്, കാരണം കെരോസിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. സോ ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇത് ആൻസർ ശരിയാണെന്ന് പറയാനേ. സോ നിലവിൽ ഇതാണ് ശരി. പിന്നെ ഇവിടെയോ, സോ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ നിങ്ങൾ എത്ര വീഡിയോസ് കണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യം, അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു റേ ഇനി എങ്ങനെ പോകുന്ന. സോ നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഗ്ലാസ് എയർ മീഡിയത്തിൻ്റെ എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 42 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതായത് ഈ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടി കൂടുതൽ ആംഗിളിൽ ഒരു റേ പതിച്ചാൽ എന്താവും, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ഓക്കെ, സോ ഇത് ഇങ്ങനെ വരച്ചാലേ ഇതിന് കറക്റ്റ് ആൻസർ, റൈറ്റ്? ഒരിക്കലും ഇത് ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ എന്ന് വരച്ചാൽ അത് തെറ്റാണ്. കാരണം എന്താ, ഈ ക്രിട്ടിക്കൽ ആംഗിളിന്റെ കാര്യം ഇവിടെ നമ്മളെ ആലോചിച്ച് വെക്കണം. സോ ഇതൊരു എന്താണ്, ഒരു മിക്സ്ഡ് കോൺസെപ്റ്റ്. റിഫ്രാക്ഷനും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും ക്രിട്ടിക്കൽ ആംഗിളും അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇവിടെയോ, ഇവിടെ പിന്നെ ഡയറക്ട്ലി, റൈറ്റ്? ഒപ്റ്റിക്കലി റയറൽ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലൂടെ വരുന്നത്. സോ ഇത് ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. അതൊരു ഈസി ക്വസ്റ്റനാണ്, റൈറ്റ്? പിന്നെ ഇത് നമുക്കറിയാവുന്നതാണ്, ഗ്ലാസ് എയറിലോട്ട് വരുമ്പോൾ ഇറ്റ് വിൽ റിഫ്രാക്ട് അവേ ഫ്രം ദ നോർമൽ. സോ അവിടെ നമുക്ക് ആംഗിൾ ഒന്നും തന്നിട്ടില്ല. സോ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിളിനെ കുറിച്ച് വറി ഇടാവേണ്ട ആവശ്യമില്ല. ഈ ആംഗിൾ ഇവിടെ തന്നിട്ടുള്ളത് നമ്മളെ എക്സാക്ട്ലി നിങ്ങൾക്ക് ഈ ഒരു നോളജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, റൈറ്റ്? പിന്നെ ഈ ക്വസ്റ്റനോ ഇതൊന്നുമില്ല. അത് നമുക്കറിയാം നോർമലായിട്ടാണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് റേ വരുന്നുണ്ടെങ്കിൽ അത് റിഫ്രാക്ട് ചെയ്യില്ല എന്നറിയാം. സോ ഡയറക്ട്ലി നേരെ പോകുന്നതാണ് ആൻസർ, റൈറ്റ്? സോ ഈ ക്വസ്റ്റ്യനെല്ലാം ആൻസർ ചെയ്യാൻ എന്ത് വേണം, ഒരു ബേസിക് നോളജ് മതി. ഓക്കെ, ഇത് ഈസി ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ടെക്സ്റ്റ് ബുക്ക് വായിച്ച നോളജ് വേണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതും അതുപോലെ റിഫ്രാക്ഷൻ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ്? എ കോയിൻ കെപ്റ്റ് അറ്റ് ദ ബോട്ടം ഓഫ് എ വെസൽ അപ്പിയേഴ്സ് റേസ്ഡ് ഓൺ ആഡിങ് വാട്ടർ ഇൻ ടു ദ വെസൽ. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ, അതിന് എന്താണ് ഇവിടുത്തെ കോൺസെപ്റ്റ് അതാണ്. അതിവിടെ കുറച്ച് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. സോ ഫിനോമിനൻ എന്താണ്, നമ്മൾ റിഫ്രാക്ഷൻ, റൈറ്റ്? പറഞ്ഞു. ഡിസ്ക്രൈബ് ഹൗ ദ കോയിൻ അപ്പിയേഴ്സ് റേസ്ഡ്. നമ്മൾ റിഫ്രാക്ഷൻ എങ്ങനെ സംഭവിക്കുന്നത് ഇതാ, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറൽ മീഡിയത്തിലോട്ട് വരുമ്പോൾ ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. സോ എന്താണ്, പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് കുറച്ച് റേസ് ആയിട്ട് കാണും. ഓക്കെ, ആ ചിത്രം എല്ലാം നമ്മൾ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ വരച്ച് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങളെ ഓണം എക്സാമിന് പോകുമ്പോൾ നിങ്ങളെ ഹോളി ബുക്ക്, ഖുറാൻ, ബൈബിൾ, ഗീത, ഇതെല്ലാം എന്താണ്, നിങ്ങളെ SCERT ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അതെന്തിനാ, നമ്മൾ ഈ തെറ്റിക്കാതിരിക്കാനാ. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാത്ത ഒരാൾ എന്ത് ചെയ്തു, ഓക്കെ, ഈ ക്രിട്ടിക്കൽ ആംഗിൾ ശ്രദ്ധിക്കൂല, നേരെ അങ്ങ് ഇറ്റ് വിൽ റിഫ്രാക്ട് അവേ ഫ്രം ദ നോർമൽ. ഈ ഒരു ആൻസറെ എഴുതാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, സോ നേരെ മറിച്ച് ഒരു ക്വസ്റ്റ്യൻ മുന്നേ തെറ്റിച്ചിട്ടുള്ള ഒരാൾക്ക്, മുന്നേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ഒരാൾക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവും, ഓക്കെ, ഇത് ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഒരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ അതും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
ഒരു ഓർമ്മ ഉണ്ടാവും. സോ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, കൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഉണ്ടാക്കുക, നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു 10 ഈസി ക്വസ്റ്റ്യൻസ്, ഇതാണ് പ്രിഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ്, 10 ഈസി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് 2 3 നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ ചെറിയ കോൺസെപ്റ്റ്സും എന്താണ് ക്ലിയർ ചെയ്ത് പോകും, അല്ലെങ്കിൽ ചെറിയ കോൺസെപ്റ്റ്സ് അതിൽ പറഞ്ഞു പോകും. പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും പറ്റും. സോ രണ്ടുണ്ട് കാര്യം, റൈറ്റ്? ഒരു വെടിക്ക് 2 പക്ഷി, റൈറ്റ്? സോ ഒബ്സർവ് ദ ഫിഗർ. ഇനി വേറൊരു ക്വസ്റ്റൻ ആണ്, ഈസി ക്വസ്റ്റൻ ആണ്, ഇതൊരു ഓർ ക്വസ്റ്റൻ ആണ്. സോ നോ, ഓർ ക്വസ്റ്റൻ അല്ല. ഓക്കെ, ഒബ്സർവ് ദ ഫിഗർ, റൈറ്റ് ഡൗൺ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഫ്രം ദ ഫിഗർ. ഓക്കെ, സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമുക്കറിയാം. ഓക്കെ, ഇത് ഇവിടെ തെറ്റിക്കാനുള്ള കാര്യമുണ്ട്. കാരണം എന്താ, ചിലപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൾക്കാർ ഇതെടുത്ത് ചെയ്തു, ഒരിക്കലും ഇതല്ല, എന്താണ് നോർമൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്. പക്ഷെ ഇവിടെ 245 ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. എത്രയാണോ, 90 മൈനസ് 60 30. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്, അല്ലെങ്കിൽ അറിയേണ്ടതാണ്. ഓക്കെ, സോ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലേ ഇത് അറിയുള്ളൂ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് വേണം, നല്ല ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് വേണം. എന്ത് ഇറ്റ് വിൽ എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് റേ നോർമൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ, നോർമൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയാം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറയാം. അതുപോലെ എമർജന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആംഗിൾ, നോർമൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ എന്ത് പറയാം, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയാം, റൈറ്റ്? ഒരിക്കലും 60 എന്നുള്ള ആംഗിൾ എഴുതരുത്, തെറ്റാണ്, റൈറ്റ്? കാരണം അതായത് ഇതിന്റെ സർഫസ് ആയിട്ട് അല്ലെങ്കിൽ ആ ബൗണ്ടറി ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇത്, നോർമൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്. സോ സെയിം ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ നിങ്ങൾക്ക് ഈ ചാനലിൽ നോക്കിയാൽ കാണാം, മുന്നേ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അന്ന് സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെ തെറ്റിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി, അത് മാത്രമേ വേണ്ടത്. ഓക്കെ, അല്ലാതെ ബോർഡ് എക്സാമിന് വേറെ ഒന്നും വേണ്ട. ഓക്കെ, ഇനി ഞാൻ എക്സാം വൈൻ്റെ വർക്ക് ബുക്കിലെ എന്താണ് റിഫ്രാക്ഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചിത്രം കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാന്ന് വിചാരിക്കും, പക്ഷെ കുറച്ചൊന്ന് ആലോചിച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്, റൈറ്റ്? സോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുള്ള ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ പറ്റിയാൽ ഓണം എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, റൈറ്റ്? ഇവിടെ നോക്ക്, ദ ഗിവൺ ഡയഗ്രാം ഷോസ് ദ പാത്ത് ട്രേസ്ഡ് ബൈ എ ലൈറ്റ് റേ ട്രാവലിംഗ് ഇൻ എയർ ഇൻ 2 മീഡിയ X and Y. സോ എയർന്ന് എക്സിലോട്ട് വരുന്നതും എയർന്ന് വൈയിലോട്ടും വരുന്നതായിട്ടുള്ള 2 പാത്ത്, ഓക്കെ, ഒരു റേൻ്റെ പാത്ത്. സോ അത് റിഫ്രാക്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്, ഇവിടുന്ന് റിഫ്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിന്ന് വൈയിലോട്ട് ഒരു റേ പോയാൽ എന്താ സംഭവിക്കുക എന്നാ. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ എക്സിൻ്റെയും വൈൻ്റെയും എയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എക്സിനും വൈയും പരസ്പരം ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തമ്മിലുള്ള ബന്ധമാണ് കിട്ടേണ്ടത്. ഓക്കെ, അതറിഞ്ഞാൽ നമുക്ക് ഈ റിഫ്രാക്റ്റഡ് റേക്ക് എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാവും. ഓക്കെ, സോ ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇൻസിഡൻറ്റ് ആംഗിൾ എത്ര ഇടാം. ജസ്റ്റ് അതിന് നമുക്ക് ഇൻസിഡൻറ്റ് ആംഗിൾ നോക്കിയാൽ മതി. ഇൻസിഡൻറ്റ് ആംഗിൾ 45 ഡിഗ്രിയാണ്, റിഫ്രാക്റ്റഡ് ആംഗിൾ എത്രയാണ്, 30 ഡിഗ്രിയാണ്. അതുപോലെ ഇവിടെ നോക്കി, ഇവിടെ ജസ്റ്റ് കൺഫ്യൂസിങ് ആണ്. ഓക്കെ, ഇവിടെ 2 നോർമൽ വരച്ചിട്ടുണ്ട്. സോ നമുക്ക് അറിയുന്ന ആംഗിൾ, ഇൻസിഡൻറ്റ് ആംഗിൾ എത്രയാണ്, 45. സോ ആ 45 ഡിഗ്രി ആംഗിളിലുള്ള നോർമൽ മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഈ ഒരു നോർമൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത് നോക്കിയാൽ മനസ്സിലാവും ഇൻസിഡൻറ്റ് ആംഗിൾ, ഈ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, 45 ഡിഗ്രി. അത് നമ്മൾ നോക്കിയെടുത്തതാണ്. ഇവിടെ വേറെ 60 ഡിഗ്രീൻ്റെ തന്നിട്ടുണ്ട്, പക്ഷെ അത് വെച്ചാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എക്സും വൈൻ്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇൻസിഡൻറ്റ് ആംഗിൾ 45 ഡിഗ്രിയാണ്. സോ ഈ നോർമലായിട്ട് എത്രയാണ്, റിഫ്രാക്റ്റഡ് റേ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, 30 ഡിഗ്രിയാണ്. സോ റിഫ്രാക്റ്റഡ് 30 ഡിഗ്രിയാണ്. സോ ഇനി കമ്പയർ ചെയ്ത് നോക്കെ, കമ്പയർ ചെയ്യാനൊന്നുമില്ല. ഇവിടെ 45, ഇവിടെ 30, 45 30. അതായത് എക്സിനും വൈനും ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്നാണ് ഈ ഇൻസിഡൻറ്റ് ആംഗിളും ഈ റിഫ്രാക്റ്റഡ് ആംഗിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്. സോ ഒരേ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, റിഫ്രാക്ഷൻ സംഭവിക്കില്ല. നമ്മൾ പഠിച്ചാണ് റിഫ്രാക്ഷൻ സംഭവിക്കാത്ത 2 കേസ് ഇതൊക്കെ. ഒന്ന്, പെർപെൻഡിക്കുലർലി ഹിറ്റ് ചെയ്യുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കില്ല. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് എന്ത്, ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലാണെന്നുണ്ടെങ്കിലും റിഫ്രാക്ട് ചെയ്യൂല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വ്യത്യാസം ഉണ്ടെങ്കിലല്ലേ റിഫ്രാക്ഷൻ നടക്കുകയുള്ളൂ. സോ ഏത് ആൻസറേ, ഇതാണ് ആൻസർ, സി ആണ് ആൻസറേ. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നേ ഉള്ളൂ. എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇത് എന്താണ്, നമ്മൾ 2 സെപ്പറേറ്റ് റിഫ്രാക്ഷൻ തന്നിട്ടുള്ള ഈ എക്സിൻ്റെയും വൈൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കമ്പയർ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ആൻസറിലോട്ട് എത്താൻ. സോ ഇങ്ങനത്തെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ചെയ്താലേ നിങ്ങൾക്ക് ഓണം എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്തൂടെ, അത്ര ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, ഇനി ഇതിന്നൊരു ന്യൂമറിക്കല്. ഓക്കെ, ന്യൂമറിക്കല് ടെക്സ്റ്റ് ബുക്കിൽ ന്യൂമറിക്കലിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നാലും സോ അതുകൊണ്ട് തന്നെ എക്സാമിന് അത്രക്കും വലിയ ടഫുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. എന്നാലും നമുക്കൊരു പ്രാക്ടീസ് ചെയ്താൽ എപ്പോഴും ന്യൂമറിക്കൽസ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. എന്തിന്, കോമ്പറ്റേറ്റീവ് എക്സാമിനെല്ലാം ഹെൽപ്പ് ചെയ്യും. സോ അതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, എക്സാം വൈ ഫൗണ്ടേഷൻസിൽ ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നോക്ക്, ഈ ക്വസ്റ്റ്യൻ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ്? നമുക്ക്
സ്പീഡ് ഓഫ് എയറിലുള്ള സ്പീഡ് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇനി തന്നിട്ടില്ലെങ്കിലും അറിയേണ്ടതാണ്, റൈറ്റ്? 3 × 10⁸. വാക്വത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ്. സെക്കൻഡ് മീഡിയത്തിലെ സ്പീഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സോ സ്പീഡ് നോക്കിയാൽ അറിയാം, അത് 3 × 10⁸ ആണ്, ഇത് 2 × 10⁸. സോ സെക്കൻഡ് മീഡിയത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ് കുറവാണെന്ന് അറിയാം. സോ ലൈറ്റിൻ്റെ സ്പീഡ് കുറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. കാരണം n=c/v ആണ്. സോ സി കോൺസ്റ്റന്റ് ആണ്. വി കുറഞ്ഞാൽ n എന്താവും, കൂടും, റൈറ്റ്? സോ വി ഇവിടെ കുറവാണ്, സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോദ്യം എന്താ, when the ray of light enters obliquely from A to the second medium, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ആംഗിളിൽ പതിച്ചാൽ എന്തുണ്ടാവും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ട് ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ, റൈറ്റ്? ഇറ്റ് വിൽ ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദ നോർമൽ, റൈറ്റ്? ഇതാണ് കറക്റ്റ് ആൻസർ. കാൽക്കുലേറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം, റൈറ്റ്? ഈസിയാണ്, ഞാൻ പറഞ്ഞു. 3 × 10⁸ ഡിവൈഡ് ബൈ 2 × 10⁸. സോ 1.5 എന്ന ആൻസർ വരാം, റൈറ്റ്? 1.5 ആൻസർ വരാം, റൈറ്റ്? സോ അത്രയേ ഉള്ളൂ. അതൊരു ഈസി ക്വസ്റ്റൻ ആണ്, ന്യൂമറിക്കൽ ഒന്നും പറയാനില്ല, റൈറ്റ്? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഇനി അതുപോലെ ഞാൻ വേറൊരു വർക്ക് ബുക്കിലൂടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നോക്ക്, നമ്മളെ എക്സാം ബൈ ഫൗണ്ടേഷനിലെ വർക്ക് ബുക്കിൽ. സോ കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്താൽ ചോദിച്ചിട്ടുള്ളത്, എ ലൈറ്റ് വേവ് ഹാസ് എ ഫ്രീക്വൻസി. ഒരു ഫ്രീക്വൻസി വന്നിട്ടുണ്ട്, എഫ് വന്നിട്ടുണ്ട്, റൈറ്റ്? നമ്മൾ 8ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് ഫ്രീക്വൻസിയും വെലോസിറ്റിയും ലാംഡയൊക്കെ തമ്മിലുള്ള റിലേഷൻ, റൈറ്റ്? വേവ് ലെങ്ത് തന്നിട്ടുണ്ട് ലാംഡ, ഓക്കെ? ഇനിയോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ് ചോദിച്ചിട്ടുള്ളത്, n എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, റൈറ്റ്? സോ n നമുക്കറിയാം c/v ആണ്. c നമുക്കറിയാം 3 × 10⁸. പക്ഷെ വി അറിയില്ല. വി നമുക്ക് ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നീന്. സോ നമുക്ക് വി അറിയില്ല. വി കാണാൻ നമുക്ക് എഫ് ലാംഡ തന്നിട്ടുള്ളേ, നമുക്കറിയാം v = f ലാംഡ, റൈറ്റ്? സോ ഈ എഫ് ലാംഡ തന്നിട്ട് ഈ വി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി, റൈറ്റ്? 4 × 10⁻14 × 5 × 10 എത്ര വരും? 20 × 10⁻7 വരും. ഐ മീൻ 2 × 10⁸ വരും. സോ 3/2 1.5 ആൻസർ വരും, റൈറ്റ്? അത്രയേ ഉള്ളൂ. സോ അതായത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ ഡയറക്ട്ലി വി തരാതെ എന്നാൽ എഫ് ലാംഡ തന്നിട്ട്, സോ നമ്മൾ ആ എഫ് ലാംഡയിൽ ലാംഡ വി കണ്ടുപിടിച്ച് ശേഷം നമ്മൾ അടുത്ത ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 2 ഇക്വേഷൻ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്, റൈറ്റ്? സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എളുപ്പമല്ലേ, റൈറ്റ്? സോ നമ്മളെ ഒരു അപ്രോച്ചിലുള്ള അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കാണുന്ന രീതിയിൽ മാറ്റം വരണം. നമ്മൾ ഒരിക്കലും ഈസി ക്വസ്റ്റ്യൻസിന്റെ പിറകെ പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്, ഓക്കെ? ഇനി ക്രിസ്മസ് എക്സാമിന് എന്താ സംഭവിക്കുക നമുക്കറിയില്ല, റൈറ്റ്? ക്രിസ്മസ് എക്സാം ചിലപ്പോൾ ഇതിനെക്കാട്ടും ടഫായിരിക്കാം, റൈറ്റ്? ചിലപ്പോൾ കൂടുതൽ ന്യൂമറിക്കൽസ് ചോദിച്ചേക്കാം. സോ നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കും, നമ്മൾ നന്നായിട്ട് പഠിക്കുക. സോ നന്നായിട്ട് പഠിക്കുന്ന പോലെ എപ്പോഴും ഒരു ടഫ് എക്സാം എക്സ്പെക്ട് ചെയ്യുക, റൈറ്റ്? സോ നമ്മൾ പഠിച്ചതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വേണം നമ്മൾ ആലോചിക്കാൻ, റൈറ്റ്? ഓക്കെ. സോ ഇനി മോഷൻ എന്നുള്ള അല്ലെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എന്നുള്ള ഒരു ഈസി ക്വസ്റ്റ്യൻ. സോ ഞാൻ പറഞ്ഞ ഈസി ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നേ, റൈറ്റ്? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരു മീഡിയം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ നല്ലോണം പഠിച്ചവർക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉള്ളവർക്ക് എന്താണ് മാത്രം ഒരു A+ കിട്ടാനുള്ള ലെവലിൽ ഇപ്പോൾ എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നാൽ ഇപ്പോൾ എന്തായിട്ടുണ്ട്, ആ ഒരു നല്ല ക്വസ്റ്റ്യൻസിൻ്റെ ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾ ഈസി ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ എന്തുണ്ടാവും, നിങ്ങൾക്ക് ആ ഒരു ഈസി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾ വലഞ്ഞു പോകും. സോ അങ്ങനെ ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. സോ ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. വെക്ടർ ക്വാണ്ടിറ്റി, correct wrong data given in the table and write them down. ഇതെല്ലാവരും എഴുതിയിട്ടുണ്ടാവും. വെക്ടർ ക്വാണ്ടിറ്റി, ആക്സിലറേഷൻ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. കാരണം അതിൻ്റെ ഡയറക്ഷൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് അലോൺ മാത്രമല്ല ഡയറക്ഷനും ഉണ്ട്, പ്ലസ് ഡയറക്ഷനും ഉണ്ട്. സോ റോങ് ഡാറ്റ, അതൊരു റോങ് ഡാറ്റയാണ്, അത് കറക്റ്റ് ചെയ്യുക, ഓക്കെ? സ്കാലാർ ക്വാണ്ടിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി അല്ല, റൈറ്റ്? ഡിസ്റ്റൻസ് ആണ് സ്കാലാർ ക്വാണ്ടിറ്റി. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്, ഓക്കെ? അല്ലെങ്കിൽ അറിയേണ്ടതാണ്, റൈറ്റ്? ടെക്സ്റ്റ് ബുക്ക് മര്യാദ വായിച്ചാൽ ആർക്കും അത് അറിയുന്ന, റൈറ്റ്? ഡയറക്ഷൻ ഈസ് നോട്ട് മെൻഷൻഡ്. സ്കാലാർ ക്വാണ്ടിറ്റി ഡയറക്ഷൻ മെൻഷൻ ചെയ്തില്ല, അതൊരു കറക്റ്റ് ആണ്, റൈറ്റ്? ഡയറക്ഷൻ മെൻഷൻ ചെയ്തില്ല. മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മളൊരു സ്കാലാർ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. പിന്നെ റൈറ്റ് ഡൗൺ ദ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. എന്താടാ? സ്പീഡ് സ്കാലർ ആണ്, വെലോസിറ്റി വെക്ടർ ആണ്. സോ അതിന് ഡയറക്ഷൻ ഉണ്ടാവും, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. ഇതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ സ്പീഡിന്, അത്രേ ഉള്ളൂ, ഓക്കെ? ഇനി ന്യൂമറിക്കലേ. സോ പലരും ബുദ്ധിമുട്ടുന്നൊരു പാട്ടാണ് ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ന്യൂമറിക്കൽസ്, ഓക്കെ? 3 ഇക്വേഷൻസ് ഓഫ് മോഷൻസ് അറിയാം. ടെക്സ്റ്റ് ബുക്കിൽ 1-2 എക്സാമ്പിൾസ് ഉണ്ട്, പക്ഷെ അത് മാത്രം നമുക്ക് പോരാ, റൈറ്റ്? ടെക്സ്റ്റ് ബുക്ക് ആ ഒരു സമയത്ത് ന്യൂമറിക്കൽസിൻ്റെ ടൈമിൽ നമുക്ക് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ്, അതായത് നല്ല ക്വസ്റ്റ്യൻസ് ചെയ്ത് പരിചയമുള്ള ഒരു ഹെൽപ്പ് വേണം. എങ്ങനെയാണ് ഒരു ന്യൂമറിക്കലിനെ അപ്രോച്ച് ചെയ്ത് എന്നുള്ള
അപ്രോച്ച് ചെയ്തുള്ള ഒരു പരിചയം നമുക്ക് വേണം, റൈറ്റ്? അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, റൈറ്റ്? സോ നോക്ക്, പക്ഷേ ഇതൊരു ഈസി ക്വസ്റ്റൻ ആണ്, റൈറ്റ്? നോക്കെ, വീണ്ടും നമുക്കൊരു ഈസി ക്വസ്റ്റൻ ആണ്. ദ പെരിമീറ്റർ ഓഫ് എ ട്രാക്ക് ഈസ് 400 meter. An athlete can cover the full track in 50 seconds if he runs for 100 seconds. Calculate. എന്ത് ചെയ്യണം? ഒരു 400 meter പെരിമീറ്റർ ഉള്ള ഒരു സർക്കുലർ ട്രാക്കിലാണ് ഒരാൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ 400 meter ആണ് ഇതിൻ്റെ എന്ത് 2πr പെരിമീറ്റർ. സോ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലോട്ട് വരണം, റൈറ്റ്? പെരിമീറ്റർ പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ പറഞ്ഞാൽ 2πr ആണ്, റൈറ്റ്? ഇത് ആറാണ്, റൈറ്റ്? 2πr ആണ്. അതെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വരണം, റൈറ്റ്? ക്വസ്റ്റ്യൻ വായിച്ചു വരണം. ആൻ അത്ലീറ്റ് ക്യാൻ കവർ ദ ഫുൾ ട്രാക്ക് ഇൻ 50 seconds. സോ 50 seconds ഫുൾ ട്രാക്ക് ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ അത്ലറ്റ് ഇൻ 50 seconds? സോ 50 seconds എത്ര ഡിസ്റ്റൻസ് എന്നാ? സോ ഡിസ്പ്ലേസ്മെന്റ് അല്ല. സോ ആ കാര്യങ്ങൾ മനസ്സിലാണ്. ഇതൊക്കെ എന്താണ്, ഈസിയാണ്, പക്ഷേ തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ്, റൈറ്റ്? ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് ചിലപ്പോൾ 0 എന്നൊക്കെ എഴുതി വരും. സോ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 400 meter ആണ്, റൈറ്റ്? വാട്ട് ഈസ് ദ സ്പീഡ് ഇൻ ദിസ് ടൈം? നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. 400 ഡിവൈഡഡ് ബൈ എത്ര വരും? ടൈം എത്ര വരുന്നത്? 40. സോ 400 8 meter per second വരും, റൈറ്റ്? 8 meter per second വരും. എവിടെയോ അവിടെ 400 വരും, കാരണം ഡിസ്റ്റൻസാ. ഇനി ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുണ്ടെങ്കിലോ 50 seconds ഡിസ്പ്ലേസ്മെന്റോ 0 ആയിരിക്കും, കാരണം അയാൾ പോയിട്ട് അയാളിങ്ങനെ പോയി ചുറ്റി ഇവിടെ തന്നെ തിരിച്ചെത്തി. സോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പോയിന്റ്, അതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. സോ അത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ സോ ഇവിടെ ഡിസ്റ്റൻസാണ് ചോദിച്ചിട്ടുള്ളത്, നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഇനി യെസ്, ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഒന്ന് എന്താണ് തിരിപ്പിക്കാനുള്ള ചോദ്യം ഉണ്ട് ഇവിടെ. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ അത്ലറ്റ് ഇൻ 100 seconds? കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ദ അത്ലറ്റ് ഇൻ ദിസ് ടൈം. അതായത് 100 seconds അയാൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു. ഓക്കെ, 50 seconds ഇയാൾ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. 100 seconds അങ്ങനെയാണെങ്കിൽ 2 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞേ, റൈറ്റ്? 0 meter. കാരണം എന്താ? പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് എത്രയാ? 0, റൈറ്റ്? കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ദ athlete in this time. 0 meter per second. കാരണം എന്താ? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് എന്ത്? വെലോസിറ്റി. സോ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും 0 meter per second ആണ്. ഡിസ്റ്റൻസും സ്പീഡും എന്താണ്? 0 അല്ല, 400ഉം 8 meter per second ഈച്ചും ആണ്, റൈറ്റ്? സോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം അറിയണം. ആ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം. പിന്നെ നമുക്ക് എന്ത് വേണം? പിന്നെ നമുക്ക് ഇതൊരു സർക്കുലർ ട്രാക്കിൽ ഒരു ഓടുമ്പോഴുള്ള ആ ഒരു ബോധം നമുക്ക് എപ്പോഴും മനസ്സിൽ വേണം. ഓക്കെ, സോ എന്നാലാണ് ഇതൊരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തിരിച്ചെത്തും എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ഓക്കെ, ഇനി സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു വർക്ക് ബുക്കിൽ നമ്മൾ എക്സാം വൈൻ്റെ വർക്ക് ബുക്കിൽ ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത ഒരാൾക്ക് മറ്റേ ക്വസ്റ്റ്യനെ എന്താണ്? ഈസിയാണ്, വളരെ ഈസിയാണ്, റൈറ്റ്? ഈ ഒരു തോട്ട് പ്രോസസ്സിലുള്ള ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തുവാ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കടാ, an athlete completes one round of a circular track of radius r in 40 seconds. The displacement at the end of 2 minutes 20 seconds will be. അതായത് 40 seconds ഒരാൾ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 6 റേഡിയസിലുള്ള 6 റേഡിയസ് എന്ന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, റൈറ്റ്? നേരത്തെ 400 meter നമുക്ക് ഇതിൻ്റെ ഇത് തന്നിരുന്നേ, റൈറ്റ്? 6 റേഡിയസ് തന്നിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അത് മതി, റൈറ്റ്? കാരണം എന്താ? 40 seconds ഇയാൾ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു, നമുക്കത് മതി, 6 മതി. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അത് മതി. ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ 2 minutes 2 minutes 20 seconds 2 minutes 20 seconds എത്രയാണോ? 2 minutes 20 seconds എന്ന് പറഞ്ഞാൽ 140 seconds, റൈറ്റ്? 140 seconds. സോ 40 seconds ഇയാൾ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. സോ 80 seconds ഇയാൾ 2 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. 120 seconds ഇയാൾ 3 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. സോ 120 കഴിഞ്ഞ് എത്രയാ? ബാക്കി എത്രയുണ്ട്? 20 seconds ബാക്കിയുണ്ട്, റൈറ്റ്? ബാക്കി 20 seconds ആ 20 seconds ഇയാൾ എത്ര കവർ ചെയ്യുന്നതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം എന്താ? 120 seconds ഇയാൾ 1 റെവല്യൂഷൻ 2 റെവല്യൂഷൻ 3 റെവല്യൂഷൻ. സോ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് 3 റെവല്യൂഷൻ കഴിയുമ്പോൾ 0. സോ ആ സമയത്ത് 120 seconds ഓൾറെഡി കഴിഞ്ഞു, ബാക്കി ഇനി 20 സെക്കൻഡ് കൂടി ഉണ്ട്. സോ 40 seconds ഇയാളെ കംപ്ലീറ്റ് സർക്കുലർ ട്രാക്ക് ആണ് കവർ ചെയ്യുന്നത്. സോ 20 സെക്കൻഡിൽ അയാൾ ഇവിടെ എത്തും, റൈറ്റ്? അവിടുത്തെ അയാൾ ഡിസ്റ്റൻസ് എത്രയാടാ? ഡിസ്റ്റൻസ് എത്രയാ? നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, 2r ആണ്, റൈറ്റ്? ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അയാൾ ഡയമീറ്റർ ആണ്, അല്ലെങ്കിൽ 2 into റേഡിയസ് ആണ്. ഏതാണ് ഓപ്ഷൻ? 2r. സോ ഇവിടെ എന്തൊക്കെയാ അറിയണം? ഇവിടെ നമുക്ക് മിനിറ്റിന് സെക്കൻഡ്സിലാക്കി എന്നിട്ട് ഒരു റെവല്യൂഷനിലുള്ള സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. സോ
ഒരു 3 റെവല്യൂഷൻ ഈ ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് ബാക്കി ഒരു 20 സെക്കൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കി. സോ ആ 20 സെക്കൻഡിനുള്ളിൽ എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇയാൾ എടുക്കുന്നത്, ആ ഒരു എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇയാൾ കവർ ചെയ്യുന്നത് നമ്മൾ പിക്ചർ വെച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് നമ്മൾ ആലോചിച്ചാലും മനസ്സിലാവും, റൈറ്റ്? സോ ഈ ഒരു ക്വസ്റ്റിനെ അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ് ഉള്ള ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പമല്ലടാ, റൈറ്റ്? സോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി മാറണം. നമ്മൾ ഈസി ക്വസ്റ്റ്യൻസിൻ്റെ പുറകെ പോകുന്ന ആ ഒരു മെൻറ്റാലിറ്റി മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊരു നല്ലൊരു ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ കൺസെപ്റ്റ് അറിയുന്നവർക്ക് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, അല്ലാത്തപോലെ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കടാ, വിച്ച് ഗ്രാഫ് റെപ്രസെന്റ് ദ മോഷൻ ഓഫ് എ ബോഡി കമ്മിങ് ടു റെസ്റ്റ്? അത് ഈസിയാണ്, റൈറ്റ്? ബോഡി കമ്മിങ് ടു റെസ്റ്റ് പറഞ്ഞാൽ വെലോസിറ്റി 0 ആണ്, റൈറ്റ്? അയാൾക്ക് ഒരു വെലോസിറ്റി മുന്നേ ഉണ്ടായിരുന്നു, നമ്മൾ ബി ആണ് ഓപ്ഷൻ, റൈറ്റ്? മുന്നേ ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു, അയാൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് സമയം ഇവിടെ എത്തുമ്പോൾ അയാളെ വെലോസിറ്റി 0 ആണ്, റൈറ്റ്? സോ അയാൾ കമ്മിങ് ടു റെസ്റ്റ് ആണ്, റൈറ്റ്? വിച്ച് ഗ്രാഫ് ഈസ് നെവർ പോസിബിൾ വിത്ത് റെസ്പെക്ട് ടു മോഷൻ? ഏതാടാ അത്? ആലോചിക്കണം. നോക്ക്, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സമയം കൂടുന്തോറും ഇയാൾ വെലോസിറ്റി കൂടി വരുന്നത്, ഇവിടെ സമയം കൂടുന്തോറും അയാൾ വെലോസിറ്റി കുറഞ്ഞ് അയാളൊരു റെസ്റ്റിലോട്ട് എത്തുന്നത്. മൂന്നാമത്തെ ഗ്രാഫിലോ ഇയാൾ ടൈം ഒരേ സമയം ഇയാൾ വെലോസിറ്റി ഇങ്ങനെ കൂടി ഇരിക്കുന്നത്. സോ അത് പോസിബിൾ ആണോടാ? പോസിബിൾ അല്ല, റൈറ്റ്? ആൻസർ ഏതാ? സി ആണ്. കാരണം എന്താ? അറ്റ് ദ സെയിം ടൈം ഒരേ സമയത്ത് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ വെലോസിറ്റി ഉണ്ടാകാൻ പറ്റില്ല, റൈറ്റ്? അത് പോസിബിൾ അല്ല. പക്ഷേ ഇത് പോസിബിൾ ആണ്. ഇയാൾക്ക് ഇനീഷ്യലി ഒരു വെലോസിറ്റി ഉണ്ട്, എന്നിട്ട് അത് കൂടി വരുന്നത്. ചിലപ്പോൾ ഈ ആൻസർ എഴുതിയിട്ടുണ്ട്, ഇനീഷ്യലി ഒരു വെലോസിറ്റി ഉള്ളതുകൊണ്ട് അത് ആൻസർ ശരിയാണെന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഒരാൾക്ക് ഓൾറെഡി വെലോസിറ്റി ഉണ്ട്, അവിടുന്ന് തൊട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. അയാൾ റെസ്റ്റ് ഒന്ന് വന്നോട്ടെ, അല്ലെങ്കിൽ ഓൾറെഡി വെലോസിറ്റി ഉള്ള ആളായിക്കോട്ടെ, നമ്മൾ അവിടെ തൊട്ടാണ് അയാളെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ തീരുമാനിക്കുന്നത്, റൈറ്റ്? അപ്പോൾ അത് ഇതിനോട് ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ വരയ്ക്കുന്നുണ്ട് കുഴപ്പമില്ല. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി സെയിം ക്വസ്റ്റ്യൻ, ഇതുപോലെ സെയിം കോൺസെപ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വർക്ക് ബുക്കിൽ കാണിച്ചു തരാം. നോക്ക്, which of the following curves not represent the motion of a body, right? Okay, മനസ്സിലാവും. ഇതാണ് കാരണം എന്താ? ഇവിടെ നോക്കേ, ഈ ടൈമിനുള്ളിൽ ഇയാൾക്ക് 2 വെലോസിറ്റി ഉണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത ആൾക്ക് എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തുകൂടാ, റൈറ്റ്? സെയിം ക്വസ്റ്റ്യനാ, റൈറ്റ്? ഇയാൾ എങ്ങനെ പോകുന്നത്? ഇയാൾക്ക് ഒരേ സമയം 2 വെലോസിറ്റി. ഇവിടെ ഇയാൾക്ക് ഒരേ സമയം എത്രയോ ഇൻഫിനിറ്റ് വെലോസിറ്റിയോ, ഇവിടെ ഈ വെലോസിറ്റി എല്ലാം ഒരേ സമയം ഉണ്ടെന്ന് അയാൾ പറയുന്നത്. നമ്മൾ വർക്ക് ബുക്കിൽ പ്രോബ്ലത്തിൽ ഒരേ സമയം 2 വെലോസിറ്റി പോസിബിൾ അല്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് പോസിബിൾ ആണ്. ഇയാൾ വെലോസിറ്റി കൂടുന്നത് കുറയുന്നത്, ഇയാൾ വെലോസിറ്റി മെല്ലെ കൂടുന്നത്, ഇനീഷ്യലി ഒരു വെലോസിറ്റി ഉണ്ട്. ഇത് വെലോസിറ്റി നെഗറ്റീവ് ആവുന്നത്, നെഗറ്റീവ് വെലോസിറ്റി പോസിബിൾ ആണ്. ചിലവർ ഇതെല്ലാം കുത്തും വെലോസിറ്റി നെഗറ്റീവ് ആണ്. അങ്ങനെ ഒരു ഇതില്ല, റൈറ്റ്? വെലോസിറ്റി നെഗറ്റീവ് ആവാം, നെഗറ്റീവ് ആവാൻ പറ്റാത്ത ആരാണ്? സ്പീഡാണ്, റൈറ്റ്? സോ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പീഡിൻ്റെ കോൺസെപ്റ്റ് ക്ലാരിറ്റി വരും, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസിൻ്റെ, പിന്നെ ഗ്രാഫ്സിനെ എങ്ങനെ നമുക്ക് നോക്കി കാണാം. സോ ആ ഒരു ക്വസ്റ്റ്യൻസ്, നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി വരും. ഓക്കെ, കൂടെ ഈസി ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഓൾറെഡി വരുന്നതാണ്. സോ നമ്മളിനി വേറെ പ്രത്യേകിച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇത് എല്ലാവരും ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓണം എക്സാം, നിങ്ങൾ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വർക്ക് ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, the details of the motion of a body along a straight line are given. Represent them graphically in the given graph paper. Find the displacement as well. So time velocity graph വന്നിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് വരച്ചാൽ മതി, റൈറ്റ്? ഗ്രാഫ് പേപ്പറിൽ വരച്ചാൽ മതി. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ, അതാണ്. സോ നമ്മൾ SCERT വിശ്വസിക്കുക, അവർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, ആ പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻ വരാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അസേഷൻ, റീസൺ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുള്ളതാണ്. അതെല്ലാം നമ്മൾ ഒരു എക്സാം വൈ ഫൗണ്ടേഷൻ ലെവലിലുള്ള കുട്ടിക്ക് എന്തുകൊണ്ട് അതൊക്കെ എളുപ്പമായിരിക്കും. കാരണം എന്താ? നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഓൾറെഡി ഡീൽ ചെയ്തത്. ഓക്കെ, സോ കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം, ക്വസ്റ്റ്യൻസ് ചെയ്ത് പരിചയം വേണമെന്ന് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ടൈം വെലോസിറ്റി ജസ്റ്റ് ഗ്രാഫ് വരയ്ക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ നമുക്ക് അറിയുന്നതാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. സോ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്, റൈറ്റ്? പിന്നെ അതുപോലെ ഇത് ടൈം ഡിസ്റ്റൻസ് ഗ്രാഫ് വരയ്ക്കുക. നിങ്ങൾ ടൈം എക്സിൽ ഡിസ്റ്റൻസ് ഇവിടെ എടുത്തിട്ട് 17 സെക്കൻഡിലെ ഡിസ്റ്റൻസാണ് ചോദിച്ചിട്ടുള്ളത്. സോ അത് ഗ്രാഫ് വന്നാൽ 16 സെക്കൻഡിലെ ഡിസ്റ്റൻസ് മൈനസ് 17 സെക്കൻഡിലെ ഡിസ്റ്റൻസ് മൈനസ് 16 സെക്കൻഡിലെ ഡിസ്റ്റൻസ്, അത്ര ചെയ്താൽ മതി. അതൊരു ഈസി ക്വസ്റ്റൻ ആണ്, ഗ്രാഫ് വരച്ചാൽ മനസ്സിലാവും. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ, സോ ഇത് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് കാണാൻ പഠിക്കുന്നതിന് പകരം ഓരോ ഒരുപാട് ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുമ്പോൾ നമുക്കത് ഓൾറെഡി മനസ്സിലങ്ങ് പതിഞ്ഞു വരും. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ
XNY ഫൗണ്ടേഷൻ ലെവലിൽ ഡീൽ ചെയ്യുന്നതാണ്. സോ 2 എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കടാ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത ഒരാൾക്ക് ഗ്രാഫിൻ്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആ ഒരു കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി മനസ്സിലുണ്ടാവും. നോക്കടാ, അത് നോക്ക്. ദ ഫോളോയിങ് ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ടൈം ഗ്രാഫ് which among the points P, Q, R is objects speed increasing. സോ ഒരു എക്സ് ടൈം ഗ്രാഫ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ്. ഇതിൽ ഏതിലാണ് ഒബ്ജക്റ്റിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന ഏത് ഗ്രാഫിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കറിയാം ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ സ്പീഡ് എന്താടാ, ഇതിന്റെ സ്ലോപ്പാണ്. അത് നമ്മൾ കുറേ ആൾക്കാർക്ക് അറിയണം, അല്ലെങ്കിൽ കുറേ ആൾക്കാർ എന്ത് പഠിച്ചിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് കാണാൻ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്താണ് വി? കാരണം എന്താ, വി ഈസ് ഈക്വൽ ടു ഡി ബൈ ടി ആണ്. സോ ഈ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സ്ലോപ്പാണ്, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് ഒരു ഗ്രാഫിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ. ഓക്കെ, സോ ഇതിൻ്റെ സ്ലോപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിയിൽ എന്താടാ, പിയിലൊരു കോൺസ്റ്റന്റ് സ്ലോപ്പാണ്. ഇവിടെ എടുത്താലൊക്കെ ഒരു കോൺസ്റ്റന്റ് സ്ലോപ്പാണ്, റൈറ്റ്? അതൊരു സ്ട്രേറ്റ് ലൈൻ ആണ്. സോ കോൺസ്റ്റന്റ് സ്ലോപ്പാണ്. സോ പി അല്ല, പി ഒരു കോൺസ്റ്റന്റ് സ്ലോപ്പാണ്, കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. കോൺസ്റ്റന്റ് സ്ലോപ്പ് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. ഇനി ഇത് എക്സ് ടൈം ഗ്രാഫിൻ്റെ ഓക്കെ, എക്സ് കോൺസ്റ്റന്റ് ആണ് ഇവിടെ, റൈറ്റ്? മീൻസ് എന്താണ്, അവിടെ എക്സ് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് മാറുന്നില്ല. സോ അവിടെ എന്താണ്, വി ഈസ് ഈക്വൽ ടു 0 ആണ്. ഇവിടെ എന്താണ്, വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ജസ്റ്റ് സ്ലോപ്പ്, റൈറ്റ്? ഇവിടെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്, ഇവിടെ സ്ലോപ്പ് 0 ആണ്. ഇനി ഇവിടെയാണ് വേരി ചെയ്യുന്നത്, റൈറ്റ്? ആർ ഭാഗത്ത് ഇവിടെ കുറവാണ്, ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്, റൈറ്റ്? നമുക്കറിയാം സ്ലോപ്പ് കാണാനല്ലേ y2 - y1 ഡിവൈഡ് ബൈ x2 - x1. ഓക്കെ, മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഏത് ഭാഗത്താണ് എന്താണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്, ആർ ഭാഗത്ത് ഓൺലി, റൈറ്റ്? സോ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാന്നുള്ളതല്ല ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം, മറിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ അപ്രോച്ച്, റൈറ്റ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് എങ്ങനെ നോക്കി കാണാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാഫിനെ പറ്റിയുള്ള ഒരു ഐഡിയ വേണം, സ്ലോപ്പിനെ പറ്റി അറിയണം, അല്ലെങ്കിൽ പിന്നെ ഈ കാര്യങ്ങൾ അറിയണം. സോ ഈ ബേസിക്, സോ നമ്മൾ ഈ ഗ്രാഫിനെ പറ്റി ഇതിൻ്റെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇത് ഓൾറെഡി മനസ്സിൽ വരും, റൈറ്റ്? അങ്ങനെയല്ല, നമ്മൾ കുറച്ച് അഡ്വാൻസ് ലെവൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ബേസിക്സ് എല്ലാം ഓൾറെഡി നമ്മൾ അറിയാതെ അങ്ങ് പഠിച്ചു പോകും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാം, നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദ ഗിവൺ വെലോസിറ്റി ടൈം ഗ്രാഫ് മാച്ചസ് ദ ഗിവൺ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, ടൈം പ്ലോട്ടഡ് അലോങ് ഹൊറിസോണ്ടൽ ആക്സിസ് ഇൻ ഓൾ കോർണേഴ്സ്. ഓക്കെ, സോ ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതിന് സിമിലർ ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഓക്കെ, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ അധികം പറഞ്ഞിട്ടില്ല, പക്ഷേ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്. നോക്ക്, ഇവിടെ ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഉണ്ട് ഒരു പെർട്ടിക്കുലർ സമയത്തേക്ക് ശേഷം എന്ത് സംഭവിക്കുന്നത്, നെഗറ്റീവ് ആക്സിലറേഷൻ ആവുന്നത്. സോ നമുക്കറിയാം എന്താണ് പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടുകയാണ് നമുക്കറിയാം. നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റിട്ടാർഡേഷൻ ആണ്, സ്പീഡ് കുറയാന്നറിയാം. സോ ഇതിനർത്ഥം എന്താ, കുറച്ച് സമയത്തേക്ക് ഇതിന്റെ സ്പീഡ് കൂടി വരുന്നേ, കുറച്ച് സമയത്തേക്ക് ശേഷം ഇതിന്റെ സ്പീഡ് കുറഞ്ഞു വരുന്നേ. ഓക്കെ, ആണ് ആൻസർ. കാരണം എന്താ, ഓൾറെഡി പറഞ്ഞ്, റൈറ്റ്? കുറച്ച് സമയത്തേക്ക് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടി വരുന്നതാണ്, നെഗറ്റീവ് പറഞ്ഞാൽ സ്പീഡ് കുറഞ്ഞു വരുന്നതാണ്. സോ സ്പീഡ് കൂടി പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിയ ശേഷം സ്പീഡ് കുറഞ്ഞു വരുന്നേ, റൈറ്റ്? അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഇക്വേഷൻസ് ഓഫ് മോഷന്റെ ചില ന്യൂമറിക്കൽസ്. ഓക്കെ, ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാനുള്ള ന്യൂമറിക്കൽസ് ആണ്. ഇതും നോക്കിയാൽ പൊതുവേ അത്ര ടഫ് അല്ല, പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യാത്തവർക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ജസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ചു പോയവർക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ ചെറുതായിട്ടൊന്ന് പേടിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചല്ല പോകേണ്ടത്, നമ്മൾ നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻസ് ചെയ്താലേ യൂസിന് ഈസി ആയിട്ട് തോന്നും. പ്രാക്ടീസ് ഉള്ളവർക്ക് യൂസിനൊന്നുമല്ല. നമുക്ക് എ ബുള്ളറ്റ് ഫയർഡ് ഫ്രോം എ ഗൺ ഗോസ് അഹെഡ് വിത്ത് എ വെലോസിറ്റി, ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് 80 meter per second and start penetrating a tree. It comes to rest after penetrating 8 centimeter. So 8 centimeter penetrate ചെയ്തിട്ട് നിൽക്കുന്നത്. സോ എസ് തന്നിട്ടുണ്ട്, എന്തൊക്കെ തന്നിട്ടുണ്ടോ, എസ് തന്നിട്ടുണ്ട് 8 centimeter. നമ്മളെ സോ അത് മാറ്റണം, റൈറ്റ്? ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ഉള്ളവർക്ക് അത് ഓർമ്മ ഉണ്ടാവുള്ളൂ. SI യൂണിറ്റിലോട്ട് മാറ്റണം. സോ 8 × 10⁻² മീറ്ററിലോട്ട് ആക്കണം, റൈറ്റ്? പിന്നെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്, 80 meter per second തന്നിട്ടുണ്ട്, റൈറ്റ്? പിന്നെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ഇത് ഈ ക്വസ്റ്റ്യനിൽ ഹിഡൻ ആണ്. കാരണം എന്താ, പെനിട്രേറ്റിംഗ് എ ട്രീ കംസ് ടു റെസ്റ്റ്, അങ്ങനെ പറഞ്ഞാൽ എന്താ, കംസ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റി 0 ആയിട്ട് എടുക്കണം, റൈറ്റ്? ഫൈനൽ വെലോസിറ്റി 0 ആണ്. കംസ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യുക പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി 0 meter per second എടുക്കണം. റെസ്റ്റിലോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഫൈനൽ വെലോസിറ്റി 0 meter per second കാണും. സോ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചോദിച്ചിട്ടുള്ളത്, ആക്സിലറേഷൻ ആണ്. ഇനി ഇത് എഴുതാൻ അറിയുന്നവർക്ക് ബാക്കി ഇക്വേഷൻ ഓഫ് മോഷൻ പഠിച്ചവർക്കും എഴുതാവുന്നതാണ്, റൈറ്റ്? v² = u² + 2ac ചെയ്താൽ നമുക്ക് ആൻസർ ആയി. v² = u² + 2ac ചെയ്താലേ നമുക്ക് ആക്സിലറേഷൻ ആയി. കാരണം എന്താ, എസ് തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്, റൈറ്റ്? ഈസി ആൻസർ ആണ്. പക്ഷേ
ഇതൊരു പ്രാക്ടീസ് വേണം. എന്നാലാണ് റെസ്റ്റിൽ എത്തുന്നവർക്ക് ഫൈനൽ വെലോസിറ്റി v = 0 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ 0 മീറ്റർ പെർ സെക്കൻഡ് എടുക്കണം എന്നുള്ള ഒരു ഓർമ്മ ഉണ്ടാവുള്ളൂ. ഓക്കെ, കാര്യം കണ്ടാൽ ഈസി ഒക്കെ തന്നെ. ഓക്കെ, നോക്ക് ഇനി അടുത്ത് ബി എന്താ, കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ഫോർ പെനട്രേഷൻ വിത്തിൻ ദ ട്രീ. റൈറ്റ്, ഈസി അല്ലേ? p = ടൈമുള്ള ഇക്വേഷൻ ആയിരിക്കട്ടോ ഫസ്റ്റും സെക്കൻഡും. സോ സെക്കൻഡ് ഫസ്റ്റ് എടുത്താൽ തന്നെ നമുക്കറിയാം v = u + at. റൈറ്റ്, സെക്കൻഡ് ഏതാ, s = ut + ½ at². നമുക്ക് അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ്, കാരണം എന്താ ഇവിടെ v നമുക്ക് 0 ആണെന്ന് അറിയാം, u നമുക്ക് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ആക്സലറേഷൻ നമ്മൾ ഈ ഒരു ഇക്വേഷന് ഇവിടുന്ന് കിട്ടും നമുക്ക്. റൈറ്റ്, എന്നിട്ട് ഈ ആക്സലറേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിന് ആൻസർ ആയി. റൈറ്റ്, അത്രയേ ഉള്ളൂ. സോ ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നമുക്ക് പ്രാക്ടീസ് വേണം. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള പ്രാക്ടീസ് വേണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ചോയ്സ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഓക്കെ, SCRT ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ എന്താണ്, അല്ലെങ്കിൽ അവർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിട്ടാണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റിന് ഒരു ചോയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്. സോ ഇതിനൊരു മോഡൽ ക്വസ്റ്റ്യൻ ഒരു എന്താണ് ഒരു ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആവുന്നത് മാരത്തിനെ കാട്ടി. എ സ്റ്റോൺ ത്രോൺ ഫ്രം ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് 50 meter വെന്റ് അപ് ടു എ ഹൈറ്റ് ഓഫ് 30 meter ആൻഡ് ഫെൽ ഓൺ ദ ഗ്രൗണ്ട്. ഇഫ് സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്റ്റോൺ. സോ എന്താണ് ഒരു 50 meterലൊരു ഒരു ബിൽഡിംഗ് ഉണ്ട്. സോ 50 meter ആണ് ഇതിൻ്റെ ഹൈറ്റ്. സോ ഇവിടുന്ന് ഒരാൾ ഒരു സ്റ്റോൺ മുകളിലോട്ട് എറിയാണ്. എന്നിട്ട് ആ സ്റ്റോൺ പിന്നെ എത്ര മീറ്റർ പോകുന്നേ, 30 meter മുകളിലോട്ട് പോകുന്നേ, ശേഷം അയാൾ താഴോട്ട് വീഴുന്നേ. ഓക്കെ, സോ താഴോട്ട് വീഴുമ്പോൾ ടോട്ടൽ എത്രടാ, 80 meter ആണ്. ഇനി ചോദ്യം എന്താ, ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാടാ, ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, അതായത് ടോട്ടൽ പാത്ത് ട്രാവൽഡ്. റൈറ്റ്, സോ അതായത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 30 + 80, അതായത് 110 meter ആണ് നമ്മുടെ ഡിസ്റ്റൻസ്. അതിന് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് മാറാൻ ചാൻസ് ഇല്ല, കാരണം ഡിസ്പ്ലേസ്മെന്റ് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്, 50 meter. കാരണം എന്താ ഇവിടെ നിന്ന് എടുത്തിട്ട് താഴോട്ടാണ്, അല്ലെങ്കിൽ -15 എഴുതാം, അല്ലെങ്കിൽ 50 meter താഴോട്ട് അങ്ങനെ എഴുതാം. ഓക്കെ, സോ ഇനി കാൽക്കുലേറ്റ് ദ ടൈം, -15 എഴുതിയാൽ ബെറ്റർ. ഓക്കെ, കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇനി കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു ഹിറ്റ് ദ ഗ്രൗണ്ട് ഫ്രോം ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നമുക്ക്? ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. കാരണം എന്താ, മാക്സിമം ഹൈറ്റിൽ താഴെ എത്താനുള്ള ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. സോ മാക്സിമം ഹൈറ്റിൽ ഇനീഷ്യൽ വെലോസിറ്റി എത്തടാ, അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ അതൊന്ന് സ്റ്റോപ്പ് ആയിട്ടാണ് താഴോട്ട് വരിക എന്നുള്ളത് നമ്മൾ ഒരുപാട് പ്രോബ്ലം എന്താണ് പഠിച്ചിട്ടുള്ളത്. അതിനാണ് ഞാൻ എന്ത് പറയുന്നത്, പ്രാക്ടീസ് ചെയ്യണം. റൈറ്റ്, സോ 0 meter per second. ഓക്കെ, റസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റേ ക്വസ്റ്റനിൽ റസ്റ്റിൽ എത്തുമായിരുന്നു. ഇപ്പോൾ നമ്മൾ v ആണ് 0 meter per second എടുത്ത്, ഇവിടെ റസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് u 0 meter per second എടുക്കണം. ഓക്കെ, പിന്നെ എന്താ തന്നിട്ടുള്ളത്, s തന്നിട്ടുണ്ട്. s നമുക്ക് എത്ര എടുക്കാം, -80 എടുക്കാം, കാരണം എന്താ താഴോട്ടാണ്. സോ -80 meter എടുക്കാം. പിന്നെ എന്താ എടുക്കേണ്ടത്, പിന്നെ നമുക്ക് a എത്ര എടുക്കാൻ തന്നിട്ടുണ്ട്. റൈറ്റ്, a 10 meter per second. പക്ഷേ നമ്മൾ ഡയറക്ഷനും കൂടി, ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരുന്നു, നമ്മൾ ഡയറക്ഷൻ കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എന്താ താഴോട്ടാണ്. റൈറ്റ്, സോ -10 meter per second. നെഗറ്റീവ് എടുക്കണം. റൈറ്റ്, അല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോ. റൈറ്റ്, പിന്നെയോ ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്, t ആണ്. നമുക്കറിയാം u അറിയാം, s അറിയാം, a അറിയാന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ, s = ut + ½ at². റൈറ്റ്, s = ut + ½ at². ഈസി അല്ലടാ. u 0 ഏതാണ്ട് നമുക്ക് ½ at² എഴുതാം. 80 - 80 meter ആണ്. സോ -80 is equal to half into -10 into t². റൈറ്റ്, സോ t എത്ര വരും, 160/-1. സോ √16 വരും, അതായത് 4 seconds വരും. റൈറ്റ്, ഈസി ക്വസ്റ്റ്യൻ. റൈറ്റ്, സോ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ഓർമ്മ വേണം, g താഴോട്ടായതുകൊണ്ട് g നെഗറ്റീവ് എടുക്കണം, അല്ലെങ്കിൽ s നെഗറ്റീവ് എടുക്കണം, അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് എടുക്കണം. ഓക്കെ, സോ ഏതെങ്കിലും ഒന്ന്, അതായത് ക്വസ്റ്റ്യൻ ചെയ്തുള്ളൊരു പ്രാക്ടീസ് വേണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, മുകളിലത്തെ ക്വസ്റ്റ്യൻ ആയാലും അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചതുകൊണ്ട് മാത്രം ഇങ്ങനത്തെ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ എന്താണ് സോൾവ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ക്വസ്റ്റ്യൻ ചെയ്തുള്ളൊരു പ്രാക്ടീസാണ് വേണ്ടത്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് എക്സാം 5 ഫൗണ്ടേഷനിലെ നേരത്തെ ചെയ്ത പോലെ തന്നെ വർക്ക് ബുക്കിലൊരു ക്വസ്റ്റ്യൻ ആയിട്ടിട്ടുള്ളത് നോക്കടാ. നമുക്കറിയാം ഇതൊരു NTSC, അതായത് നമുക്കറിയാം കോമ്പറ്റീവ് ലെവലിൽ ഒരു എക്സാം ആണ്. സോ അവിടെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ വർക്ക് ബുക്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിക്കുന്നതാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യിച്ചിട്ടുള്ള എന്താണ് ഓൾറെഡി കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതോടുകൂടി, ഇപ്പോൾ നിലവിൽ ഓണം എക്സാമിൻ്റെ ലെവലെല്ലാം മാറുന്നതോടുകൂടി എന്താണ് നമുക്ക് ആ ഒരു ലെവലിൽ നമ്മൾ പഠിച്ചാൽ നമുക്ക് പിന്നോട്ട് നോക്കേണ്ട ആവശ്യമില്ല. റൈറ്റ്, സോ ഈ ക്വസ്റ്റ്യൻ നോക്കി, എ കാർ മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 50 km/h can stopped by safely by
ബ്രേക്സ് ഓവർ എ മിനിമം ഡിസ്റ്റൻസ് ഓഫ് 6 മീറ്റർ. അതായത് 50 കിലോമീറ്ററിൽ വരികയാണെന്നുണ്ടെങ്കിൽ 6 മീറ്റർ ബ്രേക്ക് ചെയ്താൽ 6 മീറ്ററിൽ അയാൾ നിൽക്കും. ഓക്കെ, ചിലർ ഇത് ചെയ്തിട്ടുണ്ടാവും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. നോക്ക്, ഇഫ് ഇറ്റ് മൂവ്സ് അറ്റ് എ സ്പീഡ് ഓഫ് 100 km/h, അതായത് 100 km/h അയാൾ വരുന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ മിനിമം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓഫ് സ്റ്റോപ്പിംഗ് സേഫ്ലി. സോ ഒരാൾ വരികയാണ്, നമുക്കറിയാം ബ്രേക്ക് ചെയ്താൽ അപ്പത്തിന് വണ്ടി നിൽക്കില്ല, റൈറ്റ്? ബ്രേക്ക് ചെയ്തത് തൊട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു സമയമുണ്ട്, റൈറ്റ്? നമ്മൾ ബ്രേക്കിൻ്റെ പവറും ഒക്കെ അനുസരിച്ചാണ്, കാരണം അനുസരിച്ചാണ്, റൈറ്റ്? സോ ഇവിടെ ചോദിച്ചിട്ടുള്ളതാണ് 100 km/h വരികയാണെന്നുണ്ടെങ്കിൽ മിനിമം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസാണ് ചോദിച്ചിട്ടുള്ളത്. സോ എസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എസ് ആണ് നമുക്ക് അറിയേണ്ടത്. സോ എസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തൊക്കെയാണ് അറിയാം? കമ്മിങ് ടു റെസ്റ്റ് ആണ്, റൈറ്റ്? ബ്രേക്ക് ചെയ്ത് റെസ്റ്റ് ആവണേ. സോ അതെന്താണ്? V is equal to 0 m/s, റൈറ്റ്? റെസ്റ്റിലോട്ട് വരികയാണ് നമ്മൾ നേരത്തെ, റൈറ്റ്? ഈ ക്വസ്റ്റനിൽ സെയിം കോൺസെപ്റ്റ് അപ്ലൈ ചെയ്ത്, റൈറ്റ്? ഈ ഒരു ക്വസ്റ്റൻ ചെയ്തോളൂ, ആ ക്വസ്റ്റൻ ഈസി ആയിട്ട് ചെയ്യാം, റൈറ്റ്? അതിനപ്പുറമാണ് ഈ ക്വസ്റ്റൻ, നമ്മൾ കമ്പാരിസണും കൂടി നടത്തണം, റൈറ്റ്? നോക്കെ, V is equal to 0 m/s. ഇനിയോ യു എടുക്കണം. യു എത്ര? യു തന്നിട്ടുണ്ട് 100 km/h, 100 km/h. സോ km/h m/s നമുക്ക് മാറ്റണം, റൈറ്റ്? അതിനെ നമുക്ക് എന്ത് ചെയ്താം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്, റൈറ്റ്? ഇനി നമുക്ക് ആക്സലറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആക്സലറേഷൻ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, റൈറ്റ്? സോ V square equal to U square plus 2as, റൈറ്റ്? നമുക്കറിയാം, അല്ലാതെ ആക്സലറേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ U plus AT ടൈം ഒക്കെ അറിയണം. സോ ടൈം കാണാൻ ഒരു ഇൻഫർമേഷനും തരില്ല. സോ നമുക്ക് V square is equal to U square plus 2as എന്ന് എഴുതിയാലേ, റൈറ്റ്? നമുക്ക് എന്തൊക്കെയുണ്ട്? V ഉണ്ട്, U ഉണ്ട്, ബാക്കി ആരില്ല? എ ഇല്ല. എയും കൂടി അറിഞ്ഞാൽ എസ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, റൈറ്റ്? ആ എ കണ്ടുപിടിക്കാനാണ് മറ്റേ ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്. എന്താണ് ഇൻഫർമേഷൻ? നമുക്ക് U is equal to 50 km/h തന്നിട്ടുണ്ട്, റൈറ്റ്? ഇതിന് നമ്മൾ ഇൻറ്റു 5/18 ചെയ്താൽ നമുക്ക് m/s എത്തും, റൈറ്റ്? പിന്നെയോ V നമുക്ക് ഓൾറെഡി അറിയാം, കമ്മിങ് ടു റെസ്റ്റ്. സോ 0 m/s. അവിടെ എസ് തന്നിട്ടുണ്ട്, എത്രയാണോ? 6 മീറ്റർ, റൈറ്റ്? ഇനി നമുക്ക് ഇവിടുന്ന് എ കണ്ടുപിടിക്കാം, റൈറ്റ്? V square is equal to U square plus 2as, റൈറ്റ്? ഇവിടെ 0 square is equal to U square എത്രടാ? 50 into 5/18 whole square plus 2a into s എത്രടാ? 6 മീറ്റർ. സോ ഈ ഒരു ഇത് സോൾവ് ചെയ്താലേ നമുക്ക് നെഗറ്റീവിലുള്ളൊരു എ കിട്ടും, റൈറ്റ്? കാരണം എന്താ? അത് റിട്ടാർഡേഷനാ, റൈറ്റ്? റിട്ടാർഡേഷനാണ്. അതായത് സ്പീഡ് വരുന്നൊരു ബോഡി റെസ്റ്റിലോട്ട് പോകാന്നാണ്. സോ സ്പീഡ് കുറയാണ്, റിട്ടാർഡേഷൻ ആണ്. സോ ആ എ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ആൻസർ നമുക്ക് എന്ത് കിട്ടും? എസ് എ. ഇവിടെ ഇത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ നമുക്ക് എസ് എ ഇവിടുന്ന് ആൻസർ കിട്ടും. സോ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് എല്ലാം ക്ലാരിറ്റി ഉള്ള ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടും എളുപ്പമാണ്, റൈറ്റ്? സോ എന്ത് ചെയ്യാം? നമ്മളൊരിക്കലും എക്സാം വീണ്ടും പറയുന്നത് തന്നെ, എക്സാം ഒരിക്കലും എളുപ്പമാവെന്ന് വിചാരിച്ചിട്ട് പോകരുത്. അല്ലെങ്കിൽ ഒരു 10 ഈസി ക്വസ്റ്റ്യൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ 10, 20, 30 ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് സമയം വാച്ച് ചെയ്തിട്ട് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ല, റൈറ്റ്? അതിന് പകരം നമ്മൾ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ ഈസി ക്വസ്റ്റ്യൻ അതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്യാപ്പബിലിറ്റി ഓൾറെഡി ഗെയിൻ ചെയ്യും എന്നാണ് പറയാനുള്ളത്. സോ എല്ലാവരും ക്രിസ്മസ് എക്സാമും ഇനിയുള്ള ടേം എക്സാമൊക്കെ ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പഠിച്ചെടുക്കാം. എന്തൊക്കെ കാര്യങ്ങളും ഓർത്തുകൊണ്ടത്, നമ്മളെ SCRT ബുക്ക് ഓൾറെഡി പറഞ്ഞ പോലെ ഖുറാൻ, ഗീത, ബൈബിൾ, നിങ്ങളെ ഹോളി ബുക്ക് ഏതാണ്? കോൺ എക്സാമിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കാണ്. അത് കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ കാര്യം, ബോർഡ് എക്സാമിൻ്റെ കാര്യം എന്തേ ഉള്ളൂ, ഓക്കെ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്കൊരു കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി വേണം, ഓക്കെ? ബുക്ക് വായിച്ച് നല്ല ക്വസ്റ്റ്യൻസ്, നമ്മൾ എക്സാം വൈലൊക്കെ ചെയ്യുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താലേ നിങ്ങൾക്ക് കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി താനെ വരും, ഓക്കെ? കൂടെ നിങ്ങൾക്ക് എക്സാം ഇങ്ങനത്തെ ടഫ് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ധൈര്യം വരും. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ തന്നെ മറ്റേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ വരുന്ന എക്സാംസിലെല്ലാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ.